സ്തോത്രം. ദൈവത്തിൻ്റെ എല്ലാ കരുതലുകൾക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മൾ ഉൽപ്പത്തി പുസ്തകമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെ പറ്റി നമ്മൾ പഠിച്ചു. 1-ാം അധ്യായത്തിൽ നിന്ന് 26-ാം വാക്യം വരെ നമ്മൾ എത്തി നിൽക്കുന്നു. അപ്പോഴാണ് നമ്മുടെ തലമുറകളെ പറ്റി ദൈവത്തിൻ്റെ പദ്ധതികൾ, പ്ലാനുകൾ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം എന്നുള്ള വിഷയത്തിലേക്ക് നമ്മൾ വന്നത്. ദൈവത്തിൻ്റെ ഒന്നാമത്തെ സ്വഭാവ സവിശേഷത ദൈവം വിശുദ്ധനാണ്. 2, ദൈവത്തിന് യൂണിറ്റി ഉണ്ട്, ത്രിയേകത്വം. ദൈവത്തിൻ്റെ യൂണിറ്റിയെ പറ്റി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് നമ്മൾ യോവേലിൻ്റെ പുസ്തകത്തിലേക്കൊന്ന് പെട്ടെന്ന് വരുവാനിടയായിത്തീരുന്നത്. ആ യോവേലിൻ്റെ പുസ്തകത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. യോവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കണ്ടു. വാക്യം 5 മദ്യപാന്മാരോടുള്ള ദൂത് നമ്മൾ കേട്ടു. വാക്യം 11 വരുമ്പോൾ കൃഷിക്കാരോടുള്ള ദൂത് നമ്മൾ കേട്ടു. ഇനി 13-ാമത്തെ വാക്യം ദയവായി വായിക്കാമോ? യോവേൽ ചാപ്റ്റർ 1 വേർഡ്സ് 13. പുരോഹിതന്മാരെ രട്ടുടുത്ത് വിലപിക്കുവീൻ. താങ്ക് യു. കേൾക്കാമോ? ഇവിടെ മതി. ഇവിടെ 3-ാമത്തെ ദൂത് പറയുന്നത് പുരോഹിതന്മാരോടാണ്. ഒന്നാമതായി നമ്മൾ കണ്ടു പറയുന്നത് മദ്യപാന്മാരോടാണ്. മദ്യപാന്മാരാരാണെന്ന് നമ്മൾ കണ്ടു. 2-ാമത്തെ ദൂത് പറയുന്നത് കൃഷിക്കാരോടാണ്. കൃഷിക്കാരാരാണെന്ന് നമ്മൾ കണ്ടു. 3-ാമത്തെ കാര്യം പറയുന്നത് പുരോഹിതന്മാരോട്. സാധാരണ നേരെ തിരിച്ച ഒരു ചർച്ചിലൊക്കെ വന്നാൽ പാസ്റ്റർമാർ, പ്രവാചകന്മാർ ആദ്യം ദൂത് പറയുന്ന അവിടുത്തെ പാസ്റ്റർമാരോടൊക്കെയാണ്. അത് കഴിഞ്ഞതിന് ശേഷമുള്ളൂ ബാക്കിയുള്ളവരോട്. പക്ഷെ ഇത് നേരെ തിരിച്ച റിവേഴ്സിലാണ് സംഭവിക്കുന്നത്. ആരാണ് പുരോഹിതന്മാർ? പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാം പുരോഹിതന്മാരാണ്. അതെ. അങ്ങനെയാണ് ദൈവവചനം പറയുന്നത്. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യം. അത് ഇപ്രകാരം പറയുന്നു: അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധജനവും വിശുദ്ധ സ്വന്തം വംശവും സ്വന്തം ജനവും നമ്മളാകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മളാരാ? പുരോഹിതന്മാർ. പുരോഹിത അപ്പൊ ഈ പുരോഹിതന്മാരുടെ പ്രത്യേകത എന്താ? പുരോഹിതന്മാരുടെ പ്രത്യേകത അവർ ദൈവീക ശുശ്രൂഷ ചെയ്യുന്നവരാ. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മളാരാ? ദൈവീക ശുശ്രൂഷ ചെയ്യുന്നവരാ. ദൈവം കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. ദൈവം കൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരാണ് പുരോഹിതന്മാർ. അങ്ങനെയാണ് നമുക്ക് ബൈബിളിൽ അറിയാം. അനേകം പുരോഹിതന്മാരെ പറ്റി നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഏലി പുരോഹിതൻ, അതുപോലെ തന്നെ ശമൂവേൽ, അങ്ങനെ പലരുടെയും കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. ഒന്ന്, ദൈവീക ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു പേരാണ് പുരോഹിതന്മാർ, പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ലളിതമായിട്ട് പറഞ്ഞാൽ നമുക്ക് ഇപ്രകാരം പറയാം: ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നവർ. രണ്ടാമത്, പുരോഹിതന്മാരുടെ ഒരു പ്രത്യേകത, അവർ ദൈവീക ആലോചനകൾ മനുഷ്യരിലേക്ക് എത്തിക്കുന്നവരാണ്. ദൈവത്തിനും മനുഷ്യർക്കും നടുവിൽ നിൽക്കുന്നവരാണ് പുരോഹിതന്മാർ. ദൈവീക ആലോചന, ദൈവീക അനുഗ്രഹങ്ങൾ, ദൈവീക സൗഖ്യം, ദൈവീക വിടുതലുകൾ, ഇതൊക്കെ നടുവിൽ നിന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് മനുഷ്യർക്ക് കൊടുക്കുന്ന ആൾക്കാരാണ്. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ ഏലി പുരോഹിതനെ നമുക്കറിയാം. അവിടെ ഒരു സഹോദരി ഉണ്ടായിരുന്നു, ഹന്ന. വളരെ മനോവ്യസനത്തോടെ വന്ന് ദൈവസന്നിധിയിൽ നിന്ന് കരഞ്ഞ് ഉള്ള ആ സംഭവവികാസങ്ങളൊക്കെ നമുക്കറിയാം. അതിനുശേഷം അദ്ദേഹം ഈ ഹന്നയെ അനുഗ്രഹിക്കുന്ന ഒരു വാക്കുണ്ട്: ഇന്ന് നീ ഇസ്രയേലിൻ്റെ ദൈവത്തോട് കഴിച്ച ഈ പ്രാർത്ഥന, അതിന് നിനക്കൊരു മറുപടി ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ച് വിട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെ പലരെയും അനുഗ്രഹിക്കാൻ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളവരെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു പേരാണ് പുരോഹിതന്മാർ. മറ്റുള്ളവർക്കായി ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുന്നവരാണ് പുരോഹിതന്മാർ. അവരെന്തോ ചെയ്യും? പലപ്പോഴും ജനം നശിച്ചു പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ജനത്തിൻ്റെ നടുവിലുള്ള വക്രതയും ദുഷ്ടതയും മാലിന്യവും ഒക്കെ കാണുമ്പോൾ ഇവർ ദൈവസന്നിധി വന്നിട്ട് പറയും: ദൈവമേ, അവരെ നശിപ്പിക്കരുത്, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരെ ശുദ്ധീകരിക്കണമേ എന്നൊക്കെ പറഞ്ഞ് ഇടിവിൽ നിൽക്കുന്ന ആൾക്കാരാണ് പുരോഹിതന്മാർ. പിന്നെ വേറൊരു സ്വഭാവ സവിശേഷത പുരോഹിതന്മാരെ പറ്റി പറഞ്ഞാൽ അവർ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ എത്തിക്കുന്നവരാണ്. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ. അങ്ങനെയുള്ള പുരോഹിതന്മാരോട് ദൂത് പറയുകയാണ്: നിങ്ങളെന്തോ ചെയ്യണം? രട്ടുടുത്ത് വിലപിക്കണം. നിങ്ങളുടെ സമൂഹത്തിൻ്റെ അവസ്ഥ കണ്ട്
നിങ്ങളുടെ രാജ്യത്തിൻ്റെ അവസ്ഥ കണ്ട്, നിങ്ങളുടെ കുടുംബത്തിലെ അവസ്ഥ കണ്ട്, നിങ്ങളുടെ സഭയിലെ അവസ്ഥ കണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? റെഡ് എടുത്ത് വിലപിക്കണം. പക്ഷെ ഇപ്പം നമ്മൾ അങ്ങനെ സഭയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമെന്ന് ചോദിച്ചാൽ കുറവാ കുറവാ അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥിക്കത്തില്ല. പക്ഷെ പിന്നെ പ്രാർത്ഥിക്കും നമ്മൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കും? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നമുക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥിക്കും. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെ എന്നെ കേൾക്കുന്നവരെ, നമ്മൾ എന്തു ചെയ്യണം? നമ്മളായിരിക്കുന്ന സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഞങ്ങളുടെ വിശ്വാസികളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. ആദ്യമേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. നിങ്ങൾ പലപ്പോഴും എന്നോട് പലരും പറയാറുണ്ട്, പാസ്റ്റർ ഇന്ന് നല്ല മെസ്സേജ് ആയിരുന്നു. കാര്യം അതിൻ്റെ പിന്നിൽ വേറൊന്നുമല്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമുണ്ട് കേട്ടോ. അമ്മേ. എന്നെ അവർ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അതുകൊണ്ടാണ്. സ്തോത്രം. അതാ എൻ്റെ വിജയം. അതാ എൻ്റെ വിജയം. ഞാൻ അവരോട് എപ്പോഴും പറയും, നിങ്ങളുടെ പാസ്റ്റർ ഇന്നത്തെ മെസ്സേജ് കൊള്ളത്തില്ലെങ്കിൽ അതിൻ്റെ കാര്യം എന്താണെന്നറിയോ? നിങ്ങളാ നിങ്ങൾ നിങ്ങൾ ഇല്ല. പ്രാർത്ഥിച്ചില്ല. പ്രാർത്ഥിക്കാത്തവൻ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തവൻ, ഈ കർത്താവെ അദ്ദേഹത്തെ അഭിഷേകം ചെയ്യണമേ, അദ്ദേഹത്തിന് ഇന്ന് ദൈവജനം കൊടുക്കണേന്ന് പ്രാർത്ഥിക്കാത്ത ഒരാൾ എന്തോ ചെയ്യരുത്. ദയവായിട്ട് വന്ന് എൻ്റെ അടുക്ക വന്നിട്ട് പറയരുത്, പാസ്റ്ററെ ഇന്നത്തെ അത്ര കൊള്ളത്തില്ലായിരുന്നു എന്ന് എന്നോട് പറയരുത്. എൻ്റെ അടുക്ക് ഇതുവരെ ദൈവം സഹായിച്ച ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ അവരോട് പറയും, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ പോകുന്ന സഭയിലെ ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളെ ദൈവജനം പഠിപ്പിക്കുന്നവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കും അത് നമ്മുടെ കടമയാണ്. അവരിൽ നിന്ന് ദൈവിക ആലോചനകൾ. ചില സമയത്ത് ദൈവം നമ്മളെ വിളിച്ചെഴുന്നേൽപ്പിക്കും രാത്രി, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, മറ്റുള്ളവർക്കുള്ള ദൂത്. അതൊക്കെ ദൈവം നമ്മളെ ഏൽപ്പിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? പ്രാർത്ഥിച്ചു തുടങ്ങണം. പ്രാർത്ഥന അത് വളരെ വളരെ ഞാൻ എല്ലാ ദിവസവും 4 മണിക്ക് എണീക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് 3 മണിക്കായി. ഇടയ്ക്കൊരിടയ്ക്ക് 2, 2:30-ക്കൊക്കെ ഞാൻ എണീക്കുമായിരുന്നു. ചില വിഷയങ്ങൾ അറിയാതെ വരുമ്പോൾ രാത്രി എണ്ണീറ്റിരുന്ന് പ്രാർത്ഥിച്ചു പോകും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പുള്ളി 2:30 തൊട്ട് 3:30 തൊട്ടൊക്കെ പ്രാർത്ഥിക്കാമെന്ന്. ഇടയ്ക്ക് ഞാൻ ഉറങ്ങിപ്പോകും കേട്ടോ. പിന്നെ എൻ്റെ അലാറം 4 മണിയാകുമ്പോൾ അടിക്കും. പിന്നെ 4 മണി തൊട്ട് 5 മണി വരെ, പിന്നെ 5 മണിയാകുമ്പോൾ പിന്നെ ഒന്നുകൂടെ അടിക്കും. അന്നേരം ഞാൻ ബൈബിൾ വായിക്കുന്ന സമയമാണ്. അങ്ങനെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവസേനയിൽ നിൽക്കുക എന്നുള്ളതാണ് പുരോഹിതന്മാരുടെ പ്രധാന കടമ. അങ്ങനെയെങ്കിൽ ദൈവജനം പറയുന്നു, നമ്മളെ കർത്താവ് ആരാക്കിയിരിക്കുക? പുരോഹിതൻ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗമാക്കിയിരിക്കുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, പുരോഹിതന്മാരായിട്ട് വിളിക്കപ്പെട്ട ഞാനും നിങ്ങളും നമ്മളിപ്പോൾ എന്തോ ചെയ്യുക? സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക. ഇത് പ്രാർത്ഥന എന്ന് പറയുന്നതിന് ഒരു വിശുദ്ധനായ വ്യക്തി ഒരു യുദ്ധക്കളത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കുക, നമ്മളെല്ലാം ഒരു യുദ്ധക്കളത്തിലാണ്. എല്ലാവരും ഇങ്ങനെ നിരന്ന് നിൽക്കുക. ഒരുപക്ഷെ എൻ്റെ മുമ്പിൽ ആൾക്കാരെന്തോ ചെയ്യും? യുദ്ധം ചെയ്യാൻ വേണ്ടി നിരന്ന് നിൽക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ സൈഡിലൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ശത്രു അവിടെ നിന്നുകൊണ്ട് നമ്മളുമായിട്ട് യുദ്ധം ചെയ്യുക. അപ്പം നമ്മൾ കണ്ടു അടുത്ത ഏതാ വാള് വരുന്നത് ലില്ലിക്കുട്ടി ആൻറ്റിയുടെ എന്റെ നേരെ നേർക്കാണെന്ന് ഞാൻ കണ്ടു. അപ്പം ഞാൻ എന്തോ ചെയ്യണം? ഫൈറ്റ് ചെയ്യണം തടയുന്നു. അത് തടയണം. പക്ഷെ തടയണം. ഇപ്പം നമ്മളെന്തുവാ? നേരെ ഇങ്ങനെ മുമ്പ് നിന്ന് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുക. എൻ്റെ നേരെ എന്തേലും വന്നാൽ ഞാൻ എന്തോ ചെയ്യും? തടയും. Praise the Lord. മറ്റുള്ളവർക്കൊക്കെ നേരെ വന്നാൽ അതൊന്നും എനിക്കറിയത്തില്ല. അത് അവരുടെ ദൈവകൃപയാണെന്ന് ഇപ്പം നമ്മൾ പറയുന്നത്. അങ്ങനല്ല കേട്ടോ. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. Yes. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായിട്ട് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കാണാം. ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല, ഇനിയും വിശ്വസിക്കാൻ ഇരിക്കുന്നവർക്കും വേണ്ടി ആര് പ്രാർത്ഥിച്ചു? യേശുക്രിസ്തു പ്രാർത്ഥിച്ചു. ഇപ്പോഴും യേശുക്രിസ്തു എന്തുവാ ചെയ്യുന്നത്? മധ്യസ്ഥത സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി എന്തോ ചെയ്യുന്നു? മധ്യസ്ഥത പക്ഷപാതം ചെയ്യുന്നു, ഇല്ലെങ്കിൽ മധ്യസ്ഥത ചെയ്യുന്നു. അപ്പൊ ഈ രാജകീയ പുരോഹിത വർഗമായിട്ട് വിളിക്കപ്പെട്ട നമ്മളെന്തോ ചെയ്യേണ്ടത്? നമ്മളും മധ്യസ്ഥത ഇതാണ് ചെയ്യേണ്ടത്. അതിന് പ്രാർത്ഥനയുടെ ഉത്തമ ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്
യോബിനെ പറ്റി പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെ പറയുന്നത്, യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്തോ ചെയ്തു? ഇയ്യോബിനെ അനുഗ്രഹിച്ചു, സ്നേഹിതന്മാരെ അനുഗ്രഹിച്ചു. തന്റെ ഇയ്യോബിനെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തി യോബിനെ അനുഗ്രഹിച്ചു. അപ്പൊ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളൊരു തടസ്സം എന്തുവാരുത് ഉണ്ടാകരുത്. പ്രാർത്ഥിക്കുന്ന ഒരുത്തന് ശത്രുക്കൾ ഉണ്ടാകത്തില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യം വേറൊന്നുമല്ല, നമുക്ക് ശത്രുക്കൾ ഉണ്ടാകത്തില്ല. അതായത് നമ്മുടെ ഉള്ളിൽ എന്തോ ആകത്തില്ല, ശത്രുത ഉണ്ടാകത്തില്ല. മറ്റു പലർക്കും നമ്മളോട് ശത്രുത കാണാം, അത് നമ്മളറിയണ്ടല്ലോ. ഞാനൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ എനിക്കെതിരെ എന്ത് പറഞ്ഞാലും ഞാൻ വിചാരിക്കും, എന്ത്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ദൈവസ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ല അയാൾ എന്നെ പറ്റി പറയുന്നത്. ദൈവമേ, ഈ ദൈവസ്നേഹം കൊടുക്കണേ, സ്നേഹിക്കാനുള്ള കഴിവ് കൊടുക്കണമേ, കൃപ കൊടുക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരോട് ശത്രുത ഉണ്ടാവുമോ? പിന്നെ നമ്മളെ അവരെന്ത് കുറ്റം പറഞ്ഞാലും നമ്മൾ മൈൻഡ് ചെയ്യുമോ? മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലെന്നേ. എന്താന്ന് ചോദിച്ചാൽ അവരിൽ ഈ ദൈവകൃപ വ്യാപരിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നവരെ, ദൈവം നമ്മളെ വിളിച്ചത് പുരോഹിതന്മാരായിട്ടാണ്. പുരോഹിതന്മാരുടെ ഒരു 3-4 കൂട്ടം കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്, അവർ ചെയ്യുന്ന കാര്യങ്ങൾ. പുരോഹിതന്മാരോട് പറയാം, റെഡ് ഉടുത്ത് വിലപിക്കണം. നിങ്ങൾ എന്തോ ചെയ്യണം? അവർക്ക് വേണ്ടി കരയണം. ആർക്കു വേണ്ടി? മറ്റുള്ളവരെ ആലോചിച്ച്, മറ്റുള്ള കുടുംബങ്ങളെ ഓർത്ത്. പലപ്പോഴും പല ദേവദാസന്മാരുടെയും കാര്യം കേൾക്കുമ്പോൾ എനിക്ക് ആരെങ്കിലുമൊക്കെ മറ്റു പല പാസ്റ്റർമാരുടെയൊക്കെ കാര്യം അയച്ചു തന്നാൽ പൊതുവെ ഞാൻ കേൾക്കാറില്ല. ഞാൻ അങ്ങനെ ലിങ്കുകളിൽ, എനിക്ക് ഫേസ്ബുക്കൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അധികം അങ്ങനെ കയറാറില്ല. ഞാൻ കേൾക്കാറില്ല. എനിക്കത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പം എനിക്ക് വളരെയേറെ വിഷമം തോന്നും. ഞാനങ്ങനെ കാണാറില്ല പൊതുവെ. കാര്യം വേറൊരാളുടെ വീഴ്ച നമ്മൾ കണ്ടിട്ട് അവരെ ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മളായിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ദൈവകൃപയെന്ന് ഏത് സമയത്തും എനിക്കും നിങ്ങൾക്കും ഒക്കെ വീണു പോകാം. ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. ദൈവത്തിൽ ഇപ്രകാരമുണ്ട് ഒരു വാക്യമുണ്ട്, വീണവരിൽ ദൈവത്തിൻ്റെ കണ്ണിതം, നിൽക്കുന്ന നമുക്കോ ദൈവത്തിൻ്റെ കൃപയും. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ കൃപ മറ്റുള്ളവർ വ്യാപരിക്കേണ്ടതിനു വേണ്ടി, മറ്റുള്ളവരെ സഹായിക്കേണ്ടതിനു വേണ്ടി, വീണ്ടെടുക്കേണ്ടതിനു വേണ്ടി, മറ്റുള്ള കുഞ്ഞുങ്ങളെ രക്ഷിക്കേണ്ടതിനു വേണ്ടി, കുടുംബത്തിൽ സമാധാനം നൽകേണ്ടതിനു വേണ്ടി, അവരുടെ അവസ്ഥകൾക്ക് വ്യത്യാസം ഉണ്ടാകാൻ വേണ്ടി. ഈ രാജ്യത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം. തുള്ളനും വെട്ടിലും പച്ചപ്പുഴും എല്ലാം തിന്നു കളഞ്ഞ് ഒന്നുമില്ലാത്തൊരവസ്ഥ, ആനന്ദം പൊയ്പോയിരിക്കുന്ന ഒരവസ്ഥ, മുന്തിരിവള്ളി നശിച്ചിരിക്കുന്ന അവസ്ഥ, അത്തിവൃക്ഷം നശിച്ചിരിക്കുന്ന അവസ്ഥ, ഒരു പച്ചപ്പ് പോലും ഇല്ലാത്ത ഒരവസ്ഥ. അങ്ങനെയുള്ള അവസ്ഥയിലിരിക്കുന്ന ജനത്തെ നോക്കി കരയുവാൻ പുരോഹിതന്മാരോട് ദൈവവചനം പറയുകയാണ്. നിങ്ങളുടെ രാജ്യത്തിൻ്റെ അവസ്ഥ മാറണമെങ്കിൽ, സഭയുടെ അവസ്ഥ മാറണമെങ്കിൽ, കുടുംബങ്ങളുടെ അവസ്ഥ മാറണമെങ്കിൽ നമ്മൾ എന്തോ ചെയ്യണം? റെഡ് ഉടുത്ത് വിലപിക്കണം, ദൈവസന്നിധിയിൽ ഇടിവി നിൽക്കണം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം എന്ന് നമ്മളോട് പറയുക. 14-ാമത്തെ വാക്യം, 1-ാം അധ്യായം 14-ാമത്തെ വാക്യം. ഒരു ഉപവാസം നിയമിപ്പീൻ, സഭായോഗം വിളിപ്പീൻ, മൂപ്പന്മാരെയും ദേശത്തിലെ സകല നിവാസികളെയും നിങ്ങളുടെ ദൈവമായ യഹോവയുടെ ആലയത്തിൽ കൂട്ടിവരുത്തുവീൻ, യഹോവയോട് നിലവിളിപ്പീൻ. മതി. ഇവിടെ അടുത്തൊരു ദൂത് പറയുന്ന മൂപ്പന്മാരോടാണ്. അവരോട് പറയണം, മൂപ്പന്മാരെ നിങ്ങൾ എന്തോ ചെയ്യണം? നിലവിളിക്കണം, കരയണം. ആരാണ് മൂപ്പന്മാർ? നമുക്കറിയാം, ദൈവീക ശുശ്രൂഷയിൽ കൈത്താങ്ങൽ കൊടുക്കുന്നവരാണ്. ദൈവീക ശുശ്രൂഷയിൽ കൈത്താങ്ങൽ കൊടുക്കുന്ന വ്യക്തികളെ നമുക്ക് വിളിക്കാൻ പറ്റുന്നൊരു പേരാണ് മൂപ്പന്മാർ. അല്ലെങ്കിൽ ദൈവാലയത്തിൻ്റെ മേൽനോട്ടക്കാരാണ് മൂപ്പന്മാർ. പിന്നെ അവരെ പറ്റി പറയാൻ ഏറ്റവും എടുത്തു പറയേണ്ട, ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യം, ഈ മൂപ്പന്മാരുടെ ഒരു പ്രത്യേകത, ഇവർ പുരോഹിതന്മാർക്കും ജനത്തിനും നടുവിൽ നിൽക്കുന്നവരാണ്. പുരോഹിതന്മാർ ദൈവത്തിനും ജനത്തിനും നടുവിൽ നിൽക്കുന്നവരാണ്. പക്ഷെ മൂപ്പന്മാരാരാ? പുരോഹിതന്മാർക്കും ജനത്തിനും നടുവിൽ നിൽക്കുന്നവരാണ്. അവരാണ് പൊതുവെ ഒരാളോടൊക്കെ പറയുന്നത്, ബാ നമ്മുടെ ചർച്ചിൽ പ്രാർത്ഥനയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റർ വിളിച്ചുകൊണ്ട് വന്നൊന്ന് പ്രാർത്ഥിപ്പിച്ച കാര്യങ്ങളൊക്കെ മാറും, ദൈവം അനുഗ്രഹിക്കും, ഞങ്ങളുടെ ചർച്ചിൽ ഉപവാസമുണ്ട്, നിങ്ങളൊന്ന് വാന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരാൻ കഴിയുന്ന ആൾക്കാർ ആരാണ്? മൂപ്പന്മാർ. പുരോഹിതന്മാരെക്കാൾ ജനത്തോട് അടുത്ത് നിൽക്കുന്ന വ്യക്തികൾ, ജനത്തിൻ്റെ നടുവിൽ നിന്ന് ദൈവം ഉയർത്തിക്കൊണ്ടുവന്ന വ്യക്തികൾ. ഇവരെയൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്നൊരു പേരാണ് മൂപ്പന്മാർ.
അവരോട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? നിലവിളിക്കണം. എന്തിനു നിലവിളിക്കണം? സ്വന്തം രാജ്യത്തിൻ്റെ അവസ്ഥ കണ്ട്. തുള്ളനും വെട്ടിലും വെട്ടിക്കിളിയും പച്ചപ്പുഴുവും തിന്നു കളഞ്ഞത് ഓർത്ത്, ആനന്ദം മനുഷ്യരിൽ നിന്ന് പോയിപ്പോയത് ഓർത്ത്, സകലതും നശിച്ച് അവസ്ഥയെ ഓർത്തുകൊണ്ട് ഇവിടെ പറയുകയാണ്, മൂപ്പന്മാരെ നിങ്ങൾ എന്ത് ചെയ്യണം? നിലവിളിക്കണം. ഇങ്ങനെ ഈ 4 കൂട്ടരോടുള്ള ഒരു ദൈവിക ആലോചന യോവേൽ പ്രവാചകൻ ഇവിടെ പറയുകയാണ്. അതിനുശേഷം അദ്ദേഹം തൻ്റെ മെയിൻ ദൂതിലേക്ക് വരികയാണ്. എന്താണ് മെയിൻ ദൂതെന്നറിയാമോ? 2-ാം അധ്യായം 12-ാം വാക്യം. 2-ാം അധ്യായം 12-ാം വാക്യം. എന്നാൽ യോവേലിന്റെ ഇപ്പോഴെങ്കിലും പുസ്തകം. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിവീനെന്ന യഹോവയുടെ അരുളപ്പാട്. മതി. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇപ്പോഴെങ്കിലും. എപ്പോഴെങ്കിലും? തുള്ളനും ഇപ്പോഴെങ്കിലും വെട്ടിലും വെട്ട്- പച്ചപ്പുഴും എല്ലാം തിന്നു കളഞ്ഞ് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ, രാജ്യം ഒരു വല്ലാത്ത അരിശയത്വത്തിൽ കടന്നു പോകുന്ന ഈ അവസ്ഥയിൽ, കുടുംബങ്ങൾ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ, ദേവാലയത്തിൽ ആരാധനയില്ലാത്ത അവസ്ഥയിൽ, സന്തോഷം പോയിപ്പോയിരിക്കുന്ന ഈ അവസ്ഥയിൽ, ബാക്കി എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെയൊക്കെ ജീവിതം നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ എന്താ അവസ്ഥയെന്ന്. ഇന്ന് ഈ സന്ധ്യാസമയത്ത് ദൈവം നമ്മളോട് പറയുക, ഇപ്പോഴെങ്കിലും, എപ്പോഴെങ്കിലും, ഈ അവസ്ഥയിലെങ്കിലും പൂർണ്ണ ഹൃദയത്തോട്, വിത്ത് ഫുൾ ഹാർട്ട്. 2-ാമത് പറയണോ? ഉപവാസത്തോട്. 3 കരച്ചിലോട്. 4 വിലാപത്തോട് നിങ്ങൾ എന്തോ ചെയ്യണം? എങ്കലേക്ക് തിരിവീൻ എന്ന് യഹോവ പറയുക. അപ്പൊ ദൈവം ആഗ്രഹിക്കുന്നത് കണ്ടോ? ഒരു ജനത്തിന്റെ അവസ്ഥ മാറ്റണമെങ്കിൽ, ഒരു കുടുംബത്തിന്റെ അവസ്ഥ മാറ്റണമെങ്കിൽ ദൈവം പറയുകയാണ്, ഒന്ന്, നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം. പൂർണ്ണ ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം. 2 ഉപവാസത്തോടെ. 3 കരച്ചിലോടെ. 4 വിലാപത്തോടെ നമ്മൾ എന്തോ ചെയ്യണം? എന്നിലേക്ക്, ദൈവസന്നിധിയിലേക്ക് തിരിഞ്ഞു വരണമെന്ന് ദൈവം പറയുന്നത്. എന്നിട്ട് അടുത്ത വാക്യം കൂടെ വായിക്കാം. 13-ാമത്തെ വാക്യം. വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരിവീൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയുള്ളവനല്ലോ. ആ അവൻ മതി, താങ്ക് യു. ഇവിടെ മോശത്തെ പറയുകയാണ്, വസ്ത്രങ്ങളെ അല്ല. ഈ യഹൂദന്മാരുടെ ഹൃദയങ്ങളെ അല്ലെങ്കിൽ പരീശന്മാരുടെ ഒരു സ്ഥിരം പരിപാടിയായിരുന്നു, എന്തെങ്കിലും ഒരു വാക്ക് കേട്ടാൽ അല്ലെങ്കിൽ ഒരു ഉപവാസമാണെന്നൊക്കെ അറിഞ്ഞാൽ അവരെന്ത് ചെയ്യുമെന്നറിയോ? നേരെ ഉടുത്തിരിക്കുന്ന വസ്ത്രമൊക്കെ അങ്ങോട്ട് കീറും. എന്നിട്ട് ആൾക്കാരെ കാണിക്കും, എനിക്ക് ഭയങ്കര വിഷമമാണ്. എന്നിട്ട് അവർ തലയിൽ എന്തോ ചെയ്യും? പൂഴിയൊക്കെ വാരിയിടും. എന്നിട്ടിങ്ങനെ ചാരത്തിലിരിക്കും, ഇല്ലെങ്കിൽ മണ്ണിലൊക്കെ ഇരുന്ന്. ദൈവം പറയണം, അങ്ങനത്തെ പ്രകടനമൊന്നും വേണ്ട. പ്രകടനങ്ങളോട് എനിക്ക് താല്പര്യമേ ഇല്ല എന്ന് ദൈവം പറയുക. ആമേൻ. പ്രൈസ് ദി ഇന്ന് ലോർഡ്. ദൈവം താങ്ക് യു നമ്മളോട് ജീസസ്. പറയുന്ന ഒരു കാര്യമാണ്, പ്രഹസനങ്ങളൊക്കെ മാറ്റുക. ഇത്രയും നാളും പ്രഹസനങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്തെങ്കിലും ഉണ്ടായോ? ഇല്ല. തുള്ളനും വെട്ടിലും വെട്ടിക്കിളിയും പച്ചപ്പുഴും എല്ലാം കൊണ്ടുപോയില്ലേ? കുടുംബത്തിൽ നിന്ന് സന്തോഷം മാറിപ്പോയില്ലേ? സമാധാനം പോയി നീങ്ങിപ്പോയില്ലേ? പോയി. കുടുംബത്തിൽ ഒരു അരിക്ഷിതാവസ്ഥയല്ലേ? ദൈവം പറയുകയാണ്, വസ്ത്രങ്ങളെയല്ല, ഇന്ന് ഹൃദയങ്ങളെ ഒന്ന് കീറ്. ദൈവസന്നിധിയിൽ കൊടുത്തിട്ട് പറ. സങ്കീർത്തനക്കാരൻ്റെ ഒരു വാക്ക് എനിക്ക് വളരെ ഇഷ്ടമാണ്. അത് പറയുന്നത്, വ്യസനത്തിലുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് എന്തോ ചെയ്യണമെന്നാ. പിശാചിതം ഇന്ന് ദൈവത്തോട് നമുക്കൊന്ന് പറയാം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അകത്തളങ്ങളിൽ പലതും ഉണ്ട്. ആമേൻ. ഇന്ന് ഞാൻ രാവിലെ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. രാവിലെ എണ്ണീറ്റപ്പോൾ ദൈവാത്മാവ് എന്നോട് സംസാരിച്ചൊരു കാര്യമുണ്ട്. ഉടനെ ഞാൻ പ്രാർത്ഥിച്ച വ്യക്തിക്ക് ഞാൻ മെസ്സേജ് അയച്ചു. അത് ഇപ്രകാരമാണ്: അൺഫോർഗീവൻ എന്ന് വെച്ചാൽ ക്ഷമിക്കാതെ കിടക്കുന്ന പല കാര്യങ്ങൾ ഹൃദയത്തിൽ കിടക്കുക. കയ്പുള്ള വേരുകൾ ഇത് ഹൃദയത്തിലുണ്ട്. നമ്മൾ കത്രമേശയൊക്കെ എടുക്കുന്നവരാ, പക്ഷെ ഇന്നും
ഒരു കാര്യം പറയുമ്പം നമ്മൾ പറയും പണ്ടേ എന്തുവാ ഞാൻ കല്യാണം കഴിച്ച് വന്നപ്പോൾ തൊട്ടേ പുള്ളി അങ്ങനെ പറയുന്നതാണ്. അപ്പം മറന്നിട്ടുണ്ടോ? ക്ഷമിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ല. അതൊരു പക്ഷെ ഭാര്യയെ പറ്റി ആയിരിക്കാം, ഭർത്താവിനെ പറ്റി ആയിരിക്കാം, അമ്മായിമ്മയെ പറ്റി ആയിരിക്കാം, അമ്മായിപ്പനെ പറ്റി ആയിരിക്കാം, കൂട്ടുകാരെ പറ്റി ആയിരിക്കാം. ഇന്ന് തൽക്കാലം എന്നെ കേൾക്കുന്നവരെ നമുക്കതൊക്കെ അങ്ങ് ക്ഷമിക്കാം, നമുക്കതൊക്കെ അങ്ങ് മറക്കാം. പണ്ടുള്ളതിനെയൊക്കെ നമുക്കങ്ങ് മറക്കാം, നമുക്ക് അവരോടങ്ങ് ക്ഷമിക്കാം. ഇങ്ങനെ ക്ഷമിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്തോ സംഭവിക്കുമെന്ന് അറിയാമോ? കയ്പുള്ള വേരുകൾ നമ്മളിൽ ഉണ്ടാകും. ദൈവവചനം പറയുന്ന കയ്പുള്ള വേരുണ്ടായിട്ട് പലരും എന്തോ ചെയ്തു? പിന്മാറ്റത്തിലേക്ക് ഈ ദൈവത്തെയൊക്കെ വിട്ടുമാറി. പക്ഷെ ഇതാരും അറിയുന്നില്ല. നമ്മൾ ഇന്നും പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. കൂട്ടത്തിൽ എന്തോ ഉണ്ട്? ക്ഷമിക്കാത്ത പലതും നമ്മുടെ ഹൃദയത്തിലും ഉണ്ട്, കയ്പുള്ള വേരും ഉണ്ട്. ക്ഷമിക്കാത്ത പലതും നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ദൈവത്തിന് ഈ ഹൃദയത്തിൽ കയറി വസിക്കാൻ പറ്റുമോ? ഇല്ല. ഒരിക്കലുമില്ല. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് പൂർണ്ണ ഹൃദയത്തോടെ. ഇന്ന് എന്നെ ആമേൻ. കേൾക്കുന്നവരെ അങ്ങനെയൊക്കെ എന്തെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ നമുക്കങ്ങ് ക്ഷമിക്കാം. നമുക്ക് ദൈവത്തോട് പറയാൻ, കർത്താവ് എനിക്ക് ക്ഷമിക്കാനുള്ള കൃപ നൽകണമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എൻ്റെ ജീവിതത്തിലേക്ക് അയക്കണമേ, എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് അയക്കണമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എന്നെ ഒന്ന് നിറയ്ക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ പറയുകയാണ് ഹൃദയങ്ങളെ കീറി. നമുക്കറിയാം നമ്മുടെ ഒരു പരുവൊക്കെ വന്നു കഴിഞ്ഞാൽ ഡോക്ടർമാർ ചെയ്യുന്ന കാര്യം അതെന്ത് ചെയ്യും? കീറിയിട്ട് അതിൻ്റെ അകത്തുള്ളത് എടുത്തു കളയും എന്ന് പറയുന്ന തൊട്ട് ഇന്ന് ദൈവം നമ്മളോട് പറയുന്നൊരു കാര്യമാണ് ഹൃദയങ്ങളെ കീറി. അകത്തുള്ള കാര്യം എന്തോ ഇത് കളയാനുള്ളതൊക്കെ അങ്ങ് കള, എന്നിട്ട് ദൈവത്തിങ്കിലേക്ക് നിങ്ങൾ തിരി. അങ്ങനെ നിങ്ങൾ തിരിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? 18-ാമത്തെ വാക്യം തൊട്ട് നമുക്ക് ഇനി ആമേൻ. കാണാൻ പോകുന്നില്ല. അങ്ങനെ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ വ്യക്തി ജീവിതങ്ങളിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ. 18-ാമത്തെ വാക്യം, അങ്ങനെ യഹോവ തൻ്റെ ദേശത്തിനു വേണ്ടി തീഷ്ണത കാണിച്ച് തൻ്റെ ജനത്തെ ആദരിച്ച് യഹോവ തൻ്റെ ജനത്തിന് ഉത്തരം അരുളിയത്. കണ്ടോ ആ വാക്യത്തിന് എന്തോരം കാര്യം പറയുന്നത്? ദൈവം എന്തോ ചെയ്യും? നമുക്ക് വേണ്ടി തീഷ്ണത കാണിക്കും. ജനത്തെ എന്തോ ചെയ്യും? ആദരിക്കും. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് എന്തോ ചെയ്യും? ഉത്തരമരുളും. ഇതിലേതെങ്കിലും ഒന്ന് നടന്നാൽ തന്നെ നമ്മുടെ കാര്യം വിജയിച്ചു. ദൈവം തീഷ്ണതയോടൊന്ന് നിന്നാൽ മതി, ഇല്ലെങ്കിൽ ദൈവം ഒന്ന് ആദരിച്ചാൽ മതി, ഇല്ലെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി കേട്ടാൽ മതി. കണ്ടോ അവിടെ തന്നെ 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ദേശത്തിനു വേണ്ടി തീഷ്ണത കാണിക്കും. 2, ജനത്തെ ആദരിക്കും. തൻ്റെ ജനത്തിന് ഉത്തരമരുളും. അത് തുടർന്ന് അങ്ങോട്ടുണ്ട് അനുഗ്രഹങ്ങളുടെ ഒരു കലവറയാണ്. യഹോവ തൻ്റെ ജനത്തിന് ഉത്തരമരുളിയത്, ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും. കണ്ടോ ഇപ്പം എന്തോ ഇല്ല? ധാന്യമില്ല, വീഞ്ഞില്ല, എണ്ണയില്ല. ഇവിടെ പറയുകയാണ് ഞാൻ നിങ്ങൾക്കത് നൽകും. അതിനാൽ നിങ്ങൾ തൃപ്തി പ്രാപിക്കും. ഞാൻ ഇനി നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ദിക്കുകയുമില്ല. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് അനുഗ്രഹങ്ങൾ വരികയാണ്. 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇപ്രകാരം പറയും, ദേശമേ ഭയപ്പെടേണ്ട, ഘോഷിച്ച് സന്തോഷിക്കുക. 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു ജനത്തിൻ്റെ നടുവിൽ നിന്ന് സന്തോഷം പോയിരിക്കുന്ന അവസ്ഥ. എന്നാൽ ഇവിടെ പറയുമ്പോൾ യഹോവ പറയുകയാണ് നിങ്ങളെന്തോ ചെയ്യും? ഘോഷിച്ച് സന്തോഷിക്കുക. യഹോവ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു വയലിലെ മൃഗങ്ങളൊക്കെ ഞരങ്ങുകയും കരയുകയും ചെയ്യുക. എന്നാൽ ഇവിടെ മൃഗങ്ങളോട് വരെ ദൂത് പറയാ, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. 23-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അവസാന ഭാഗങ്ങൾ, നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പീൻ, അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു, അവൻ മുമ്പേ പോലെ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയും വർഷവും പെയ്യിച്ചു തരുന്നു. അങ്ങനെ നിങ്ങളുടെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടിക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച്, ഇത് ആരയച്ചതാണിത്? ആരയച്ചതാണ് ഈ തുള്ളനും വെട്ടിലിനെയും
വെട്ടിക്കിളിയും പച്ചപ്പുഴുവിനൊക്കെ? ദൈവം അയച്ചതാ. ആ, അത് നമ്മളെങ്ങാനും ശാസിച്ചാൽ പോകുന്നതാണോ? അല്ല. അപ്പം അങ്ങനെ ദൈവം അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തുവാ ചെയ്യേണ്ടത്? ദൈവത്തിന്റെ സന്നിധിയിൽ വീഴണം. ഇത്രയേ ഉള്ളൂ. മദ്യപാന്മാരെ, കൃഷിക്കാരെ, പുരോഹിതന്മാരെ, മൂപ്പന്മാരെ, വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ കീറിമുറിച്ച് ഇന്ന് രാത്രി ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്ന് ദൈവത്തോട് അനുദപിക്കാൻ തയ്യാറായാൽ ദൈവം പറയാം, ഞാൻ അയച്ചിരിക്കുന്ന ആ അതെന്താണെന്ന് നിങ്ങൾക്കറിയാം. വർഷങ്ങൾ കുറേ ആയെന്ന് പ്രാർത്ഥിക്കുന്നു. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാമല്ലോ. ദൈവം പറയാം, ഞാനിത് അയച്ചതാ, എങ്കിലേക്ക് നിങ്ങളൊന്ന് തിരിയുമോ എന്നറിയാൻ. അങ്ങനെയെങ്കിൽ ദൈവത്തോട് പലപ്പോഴും പലതിനെ ശാസിക്കുന്നതിന് മുമ്പ് നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവമേ, ഇത് നിന്റെ ഹിതമാണെങ്കിൽ, നീ അയച്ചതാണെങ്കിൽ ഇതിനുള്ളൊരു പ്രതിവിധി. അതിനൊരു ഉത്തമ ഉദാഹരണം ദൈവത്തെ നമുക്കൊരു മനുഷ്യനുണ്ട്. ആരാന്നറിയാവോ? പൗലോസ്. പൗലോസ് പറയാണ്, ഞാൻ 3 പ്രാവശ്യം ഇതിനു വേണ്ടി എന്തോ ഇത് അനേകരുടെ ശാസിച്ചു. രോഗങ്ങളെ ശാസിച്ചു വിട്ട പുള്ളിയാ, അനേക ഭൂതങ്ങളെ പുറത്താക്കിയ പുള്ളിയാ. പക്ഷെ പുള്ളിക്ക് ഈ ഉപദ്രവം വന്നപ്പോഴും പുള്ളിയും ശാസിച്ചു നോക്കി. അപ്പോൾ ദൈവം പോയില്ല. പറഞ്ഞടാ, കാര്യമൊന്നുമില്ല, ഇത് നിന്നെ കുത്താൻ വേണ്ടി ഞാൻ വെച്ചിരിക്കുന്നതാ. പക്ഷേ ഇത് വരുമ്പോൾ നിന്റെ മേൽ എന്തോ വരും? എൻ്റെ കൃപ വ്യാപരിക്കും. ഇന്നായിരിക്കുന്ന ആ കഷ്ടതയിൽ കൂടെ കടന്നു പോകാൻ ദൈവത്തിൻ്റെ കൃപ നമ്മളെ കരം പിടിച്ച് നടത്തിയ വേറൊന്നും വേണ്ടാന്നേ. ഇന്നായിരിക്കുന്ന രോഗത്തിൽ കൂടെ കടന്നു പോകാൻ ദൈവം നമുക്ക് ദൈവകൃപ എന്നാൽ വേറൊന്നും വേണ്ടാന്നേ. ഇന്ന് ആയിരിക്കുന്ന കുടുംബ ഇഷ്യൂസിൻ്റെ നടുവിലൂടെ കടന്നു പോകാൻ ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ വേറൊന്നും വേണ്ടാന്നേ. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ പൊതുവെ അന്നേരം എന്തോ ചെയ്യും? ഉപവാസം പ്രഖ്യാപിക്കും, നല്ല കാര്യം. പക്ഷേ കൃപയുള്ള ദൈവദാസന്മാരെ വിളിക്കും, അവർ വന്ന് ശാസിച്ചിട്ട് അവരതുപോലെ പോകും, നമ്മൾ പിന്നെ അവിടെ ഇരിക്കും. അവരെ ഒന്നും വിളിക്കണ്ടെന്നല്ല, കൃപയുള്ളവരെ വിളിക്കണം. ഞാൻ ദൈവകൃപകളെ മാനിക്കുന്ന, എനിക്കും വേണമെന്ന് ആഗ്രഹിക്കുന്ന, കൊതിയോടെ നോക്കി കാണുന്ന ഒരാളാണ്. പക്ഷെ അതിനു ആമേൻ. മുമ്പ് നമുക്ക് നമ്മുടെ പിതാവിനോടൊന്ന് ചോദിക്കാം, ദൈവത്തോടൊന്ന് ചോദിക്കാം, കർത്താവ് ഇത് അങ്ങ് അയച്ചതാണോ? ഇത് അങ്ങ് യേശുവേ. തന്നതാണോ എനിക്ക്? ആണെങ്കിൽ അതിനുള്ള പ്രതിവിധി ആര് പറയും? ദൈവം പറയും. ഇവിടെ ദൈവം പറയാണ്, ഈ വെട്ടിലും തുള്ളനും തു- പച്ചപ്പുഴുവിനെയും വെട്ടി- വെട്ടിക്കിളിയൊക്കെ അയച്ചതാരാ? എൻ്റെ ദൈവം. സൈന്യം എന്നാ ദൈവം പറയുന്നത്. ഇതൊക്കെ ദൈവത്തിന്റെ സൃഷ്ടിയാണ്, ദൈവം അയച്ചതാണെന്നേ. അതിനുദാഹരണമാ ഈജിപ്തിലെ 10 ബാധകൾ. 9 എന്തുവായിരുന്നു? ദൈവം അയച്ചതാ. ഇതുമെല്ലാം ശാസിച്ച മാറുമോ? ഇല്ല. ഇല്ല. പിന്നെ പ്രതിവിധി എന്താണെന്ന് വെച്ചാൽ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരിക, ഹൃദയത്തെ ദൈവസന്നിധിയിൽ ഒന്ന് തുറക്കുക. തുറന്നു. ഹല്ലേലൂയ. ചില ദിവസങ്ങളിലൊക്കെ, ഹല്ലേലൂയ. ചില സമയങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യം, രാവിലെ എഴുന്നേറ്റിട്ട് അല്ലെങ്കിൽ സമയം കിട്ടുമ്പോൾ ഉപവാസം ഇരുന്നിട്ട് ദൈവസന്നിധി വീണ് കിടന്നിട്ട് നമ്മൾ പറയണം, കർത്താവേ, എൻ്റെ ഹൃദയം എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം. അത് മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്നെ ഒന്നങ്ങ് ശുദ്ധീകരിക്കണം കർത്താവ്, എൻ്റെ ഹൃദയത്തെ ഒന്നങ്ങ് ശുദ്ധീകരിക്കണം. എനിക്ക് ഇന്ന ആളോട് വിഷമമുണ്ട്, പ്രയാസമുണ്ട്, എന്നോട് പറഞ്ഞ വാക്കൊക്കെ അങ്ങ് അറിയുന്നല്ലോ, അതൊക്കെ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഇരിക്കുക, എന്നെ ഒന്ന് സഹായിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ, ദൈവാത്മാവ് നമ്മളോട് ഇടപെടാൻ തുടങ്ങും. ആമേൻ. ദൈവാത്മാവ് ഒരുപക്ഷെ പണ്ടുള്ളവർ പറഞ്ഞു കാണും, ഇവൻ ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ലെന്നായിരിക്കും നമ്മളോട് പറഞ്ഞ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മുടെ ചെവി പറയും, എടാ, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ ഉണ്ടെങ്കിൽ. അപ്പം നമുക്കറിയാതെ നമ്മൾ പറയും, മതി കർത്താവേ, മതി. ഹല്ലേലൂയ. അവരെങ്ങനെ പ്രൈസ് ദി ലോർഡ്. പറഞ്ഞാലും നിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടല്ലോ. എല്ലാം അവരെങ്ങനെ അറിയാവുന്ന പറഞ്ഞാലും എന്നെ കേൾക്കുന്നൊരു ദൈവം ഉണ്ടല്ലോ. അപ്പൊ ഇന്ന് രാത്രി നമ്മൾ പഠിക്കുന്നൊരു പാഠമുണ്ട്. പല കാര്യങ്ങളും എന്തോ ചെയ്യും? ദൈവം നമ്മളെ ശോധന ചെയ്യാൻ വേണ്ടി, അറിയിക്കാൻ വേണ്ടിയൊക്കെ ചെയ്യുന്നത്. പക്ഷെ അവിടെ നിന്നുകൊണ്ട് നമ്മൾ പലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ അത് ഇങ്ങനെ ഒന്നും ചെയ്താൽ ഒന്നും മാറിപ്പോകുന്നതല്ല എന്ന് നമ്മളെന്തോ ചെയ്യണം? ജീവിതത്തിൽ മനസ്സിലാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിലൊരു വാക്കുണ്ട്, അവിടെ ഇപ്രകാരമാണ് പറയുന്നത്, ഞാൻ അവളെ
വശീകരിച്ച് മരുഭൂമി മരുഭൂമിയിലേക്ക് കൊണ്ടുപോകും. ആ കൊണ്ട് വാക്യം എവിടാണെന്ന് അറിയാമോ? യെസ് ഞാൻ അവരെ ഹോശയായി വശീകരിച്ച് ഹോശയല്ല. മരുഭൂമിയിലേക്ക് കൊണ്ടുപോകും. ഏത് ചാപ്റ്ററാണെന്നറിയാമോ? യെശയ്യാവിന്റെ ഹൃദ്യമായ പുസ്തകം. സോറി, ഹോശയായില് ഹോശ ഹോശയ. 2:14. അതുകൊണ്ട് ഒന്നെടുത്ത് ഞാൻ അവളെ വായിച്ച് വശീകരിച്ച് പെട്ടെന്ന് എൻ്റെ മരുഭൂമിയിലേക്ക് മനസ്സിലേക്ക് കൊണ്ടുവന്ന് വന്നോണ്ട് ഞാനങ്ങ് പറഞ്ഞേ. കിട്ടിയവർ വേഗത്തിനൊന്ന് വായിച്ചോ. അതുകൊണ്ട് ഉം. ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. ആ കണ്ടോ, ദൈവം പറയുകയാണ്, ഞാൻ അവളെ വശീകരിച്ച്. മരുഭൂമിയിലേക്ക് നമുക്ക് സ്നേഹം തോന്നിയ നേരെ അടുത്തുള്ള KFC-ലോ മാക്ഡൊണാൾഡ്സിലോ നല്ല റെസ്റ്റോറൻറ്റിലോ ഇല്ലെങ്കിൽ ഒക്കെ ഒരു ബിരിയാണിയൊക്കെ കൊടുത്ത് വാ സഹോദരി നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കി കഴിക്കാമെന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഇവിടെ ദൈവം പറയുകയാണ്, ഞാൻ വശീകരിച്ച് എന്തോ ചെയ്യും, ഐ അട്രാക്ട്. ഈ മരുഭൂമിയുടെ പ്രത്യേകത എന്തോ? വരണ്ടിരിക്കുന്നു, ഒന്നുമില്ലാത്ത ഒരു അവസ്ഥ. പ്രതീക്ഷയ്ക്കും വകയില്ലെന്ന്. എത്ര നടന്നാലും എന്തോ ചെയ്യത്തില്ല, കുഴഞ്ഞു വീണ് അവിടെ ചാകുക എന്നല്ലാതെ വേറെ പ്രയോജനമൊന്നുമില്ല. പിന്നെ മരുഭൂമിയുടെ ഒരു പ്രത്യേകത, മരുഭൂമിയിൽ കൂടെ ട്രാവൽ ചെയ്തിട്ടുള്ളവർക്കറിയാം, നമ്മളിങ്ങനെ ദൂരത്തു നിന്ന് നോക്കുമ്പം ഈ സൂര്യൻ്റെ പ്രകാശം കൊണ്ട് നമുക്ക് തോന്നും അവിടെ വെള്ളമുണ്ടെന്ന്. പക്ഷെ നമ്മൾ ആ സ്ഥലത്തോട്ട് അടുത്ത് ചെല്ലുമ്പോഴാണ് അറിയുന്നത് എന്തോ, അവിടെ വെള്ളമില്ല. പിന്നെ മരുഭൂമിയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഇതൊക്കെ എൻ്റെ വാക്കുകളിൽ ഞാനങ്ങ് പറയുക. മരുഭൂമിയുടെ പ്രത്യേകത, താഴെ ചൂടാ, നടക്കാൻ പറ്റത്തില്ല. പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ പറയും, കർത്താവേ പറ്റുന്നില്ലേ, നടക്കാൻ പറ്റുന്നില്ലേ. എങ്കിൽ മേളിൽ നിന്നോ അതികഠിനമായ ചൂട്, മേളിൽ നിന്നും താഴെ നിന്നും ഒക്കെ ചൂടാ, സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഉടബല റിഗനബന ഹതുനഗര അസ്തകരെ ഔഡൽഖന രീഗന രാജകര ഔഡകര അന്തനരകനം. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ശാസിക്കാൻ തുടങ്ങും. പക്ഷെ ദൈവം പറയുന്നത്, ഞാൻ തന്നെ ഇവിടെ നിന്ന് കൊണ്ടുവന്നിരിക്കുക. എന്തിനെന്നറിയോ? ഹൃദ്യമായിട്ടൊന്ന് സംസാരിക്കുക. എനിക്ക് നിന്നോട് ഹൃദ്യമായിട്ടൊന്ന് സംസാരിക്കണം. എനിക്ക് നിന്നോട് ഹൃദ്യമായിട്ടൊന്ന് സംസാരിക്കണം. ഇന്ന് അതിനുവേണ്ടി നീ തയ്യാറാണോ? നിന്റെ ഹൃദയത്തെ ആമേ. എൻ്റെ മുമ്പാകെ ഒന്ന് തുറന്ന്, വസ്ത്രമൊക്കെ കീറി മുറിക്കുന്നതൊക്കെ അങ്ങ് കളഞ്ഞിട്ട് ഹൃദയത്തെ ഇന്ന് ഒന്ന് തുറക്കാൻ നിനക്ക് കഴിയുമോ? അങ്ങനെയെങ്കിൽ നിന്നെ അനുഗ്രഹിക്കാൻ കഴിയുന്ന, കഴിഞ്ഞ കാലങ്ങളിൽ നിനക്ക് നഷ്ടപ്പെട്ടത് പലതും ഇരട്ടി പങ്കോടെ നിനക്ക് തിരിച്ചു തരാൻ കഴിയുന്ന ഒരു ദൈവീക സാന്നിധ്യം ഇവിടെയുണ്ട്. ഹല്ലേലൂയ. ഉടവൽഖന രീഗന രാജകര ഔഡകര അന്തനരകനം. ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ? നമ്മളിപ്പോൾ വായിച്ച ഹോശേയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിലെ വാക്യം 2:14 അല്ലേ? 14. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. ആമേൻ. അടുത്ത വാക്യം. അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഘോർ താഴ്വരയെയും കൊടുക്കും. ആമേൻ. അവൾ കണ്ടോ, അവിടെ അടുത്ത എന്തോ കൊടുക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം മരുഭൂമിയില്ല, പക്ഷേ ഈ മരുഭൂമിയിൽ നിന്ന് ദൈവം എടുത്തിട്ട് എന്തോ ചെയ്യും? മുന്തിരിത്തോട്ടങ്ങളെ കൊടുക്കുമെന്ന്. എന്നിട്ട് അടുത്ത പറയണം ആഘോർ താഴ്വര. ഈ ആഘോർ താഴ്വര എവിടാണെന്ന് അറിയാമോ? അതറിയണമെങ്കിൽ നമ്മൾ ആഖാനെ യോശുവയുടെ പുസ്തകത്തിലേക്ക് പോകണം. ആഖാനെ കല്ലെറിഞ്ഞു വന്ന താഴ്വര. അതെ, ശപിക്കപ്പെട്ടവന്റെ താഴ്വര, മരണത്തിന്റെ താഴ്വര. ശപിക്കപ്പെട്ടവനെ എന്നും പറഞ്ഞ ആൾക്കാരെല്ലാം കല്ലെറിഞ്ഞ് കൊന്ന കല്ല് കൂമ്പാരമാക്കി വെച്ചൊരു താഴ്വര. പക്ഷെ അവിടെ ആ താഴ്വരയിൽ നിന്നെ ആരും കല്ലെറിഞ്ഞ് കൊല്ലത്തില്ല കേട്ടോ. അവിടെ നീ പട്ടുപോകത്തില്ല. അങ്ങനൊരു താഴ്വരയിൽ കൂടെ ഇന്ന് നീ പോകുന്നെങ്കിൽ ദൈവവചനം നിന്നോട് പറയുന്നു, അത് നിന്റെ പ്രത്യാശയുടെ താഴ്വരയാക്കി മാറ്റാൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. ദൈവത്തിന് കഴിയും. ആവേ. ഇപ്പൊ കൊള്ളുന്ന കല്ല്, ഇപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ വിചാരിക്കും, ഈ താഴ്വരയെ ആകാനെ കൊന്നതുപോലെ എന്നെയും കല്ലെറിഞ്ഞ് കൊന്ന് എൻ്റെ നേരെ ഇവിടെ മേളിൽ എന്തോ ചെയ്യും, കല്ലൊക്കെ മാറ്റി കൂമ്പാരമാക്കി വെക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചാൽ, ഇന്ന് ഈ ദൈവവചനം നിങ്ങളോട് ഹൃദ്യമായിട്ട് ഇടപെട്ടാൽ ദൈവവചനം പറയുന്നു, അതൊരു പ്രത്യാശയുടെ താഴ്വരയായിട്ട് മാറും. അതൊരു ഹല്ലേലൂയ. പ്രത്യാശയുടെ താഴ്വരയായിട്ട് മാറും. കണ്ടോ, ദൈവം നമ്മളോട് ഹൃദ്യമായിട്ട് ഇടപെടാൻ വേണ്ടി ഇവിടെ പറയുക, എൻ്റെ മഹാസൈന്യമായ വെട്ടിക്കിളിയും വെട്ടിലും തുള്ളനും പച്ചപ്പുഴും തിന്നു കളഞ്ഞ
സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. കർത്താവേ, അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു പ്രതിസന്ധി വരുമ്പോൾ നമുക്ക് യേശു. ആദ്യം ചോദിക്കാം ദൈവത്തോട്, കർത്താവേ, നീ അറിഞ്ഞിട്ടാണല്ലോ എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നത്. Yes. രോഗം, ഒരുപക്ഷെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യം, എന്ത് തന്നെ ആയിക്കോട്ടെ, നമുക്ക് ദൈവത്തിനോട് ചോദിക്കാം, കർത്താവേ, ഇതിൻ്റെ പ്രതിവിധി അങ്ങനെയൊക്കെ പറഞ്ഞാണ്. നിന്റെ ഹിതമാണ് ഞാൻ ഇതിൽ കൂടെ കടന്നു പോകുന്നതെങ്കിൽ ഇതിനെ നേരിടാനുള്ള ദൈവിക കൃപ എനിക്ക് എന്തോ ചെയ്യണം, തരണമെന്ന് നമുക്ക് എന്തോ ചെയ്യാം, പ്രാർത്ഥിക്കാം. പലപ്പോഴും നമുക്കതൊന്നും അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു കഴിവോ കൃപമൊന്നുമില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ അധികം ഭാരവും പ്രയാസവും ഒന്നും ഞാൻ അനുഭവിച്ചിട്ടില്ലെങ്കിലും കടന്നു പോയിട്ടുള്ള സന്ദർഭങ്ങളിലൊക്കെ ഞാൻ ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ചിട്ടുണ്ട്. കാര്യം അതിൻ്റെ പിന്നിലുള്ള കാര്യം ഇങ്ങനെ, ഞാൻ ദൈവത്തോട് പറയാം, കർത്താവേ, ഞാൻ ഇതിൽ കൂടെ പോകണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഐ ആം റെഡി, എനിക്കതൊരു പ്രശ്നവും ഇല്ല. ആമേൻ. പക്ഷെ എനിക്കെന്തോ വേണം, അങ്ങയുടെ ദൈവത്തിൻ്റെ കൃപ. 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 അതിന് ഞാനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂർ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബൈബിൾ കോളേജിൽ ഞാൻ അന്ന് ടീച്ചറായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം എനിക്ക് താമസിക്കാൻ സ്ഥലമില്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാരന് എനിക്കൊരു താമസിക്കാൻ ഒരു സ്ഥലം അറേഞ്ച് ചെയ്തു തന്നു. ആ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരു 4 നില ബിൽഡിങ്ങിൻ്റെ ഏറ്റവും താഴെയുള്ള പോർഷനാണ്. അതിൻ്റെ അപ്പുറത്തോട്ട് സ്റ്റെയർ കേസാണ്, ഇങ്ങനെ 4 നിലയിലോട്ട് കയറി. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത, ബാംഗ്ലൂരിലെ ഇതൊരു പുനരധിവാസ ക്യാമ്പാണ്, റെസ്റ്റോറേഷൻ ക്യാമ്പാണ്. അതായത് റോഡിൻ്റെ സൈഡിലുണ്ടായിരുന്ന ഈ നമ്മുടെ ഗല്ലി അല്ലെങ്കിൽ എന്തുവാ സ്ലം എന്നൊക്കെ പറയുന്ന ആൾക്കാരെ പുനരധിവസിപ്പിച്ചിരിക്കുന്ന ഇതാണ്. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെയുള്ള ഈ 4 നില കെട്ടിടമാണ് അവിടെ ഇവിടെയൊക്കെ. അപ്പോൾ ഏറ്റവും താഴെ ഈ സ്റ്റെപ്പിനോട് ചേർന്നാണ്. എനിക്ക് വേറെ നിവൃത്തിയില്ല, ഞാൻ അവിടെ ഒന്ന് താമസിച്ചു. അപ്പം തുച്ഛമായ റെൻ്റ് കൊടുത്താൽ മതി. അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഓണർമാർ പോലും അവിടെ താമസിക്കാറില്ല. അവരിത് റെൻറ്റിന് കൊടുത്തിട്ട് അവർ വേറെ വീട്ടിലാണ് താമസിക്കുന്നത്. കാര്യം അതുപോലെ താമസിക്കാൻ പറ്റാത്തൊരു സ്ഥലം. എല്ലാ ദിവസവും അടിയും പിടിയും ബഹളവും. അതുമല്ല, എൻ്റെ ഈ റൂമിൻ്റെ ഫ്രണ്ടിലാണ് എല്ലാ ദിവസം കൊണ്ട് വണ്ടി വെള്ളവുമായിട്ട് വരുന്നത്. അടിയോടടിയാണ്, പെണ്ണുങ്ങൾ തമ്മിലടി, ആണുങ്ങൾ തമ്മിലടി. രാത്രി വെള്ളം അടിച്ചിട്ട് വന്ന് ഈ ആൾക്കാരെ സ്റ്റെപ്പെ മറിഞ്ഞു വീഴുന്നു. പിന്നെ അത് പോരാത്തതിന് ഭയങ്കര മൂട്ടയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും മൂട്ടകളെ കാണുന്നത് ഞാൻ ആ സമയത്താണ്. നമ്മൾ ലൈറ്റ് ഇട്ടിട്ട് ഇങ്ങനെ ഇരുന്ന് നോക്കിയാൽ തന്നെ കാണാം മൂട്ടകൾ ഒരുപാട് ഇങ്ങനെ നടക്കുന്നത്. അതിശോക്തി പറയല്ല, പക്ഷേ ലൈറ്റ് ഓഫ് ആക്കിയാൽ നമ്മളെ ഈ സംഭവങ്ങൾ എടുത്തുകൊണ്ട് പോകും. മെത്ത വേണ്ട, അതുപോലെ നമ്മളെ പൊതിയും. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ കാശ് അധികമില്ല. ഏറ്റവും ലാസ്റ്റ് കാശ് ഇങ്ങനെ തീർന്ന് വന്നിട്ട് എൻ്റെ 10 രൂപയുള്ളൂ. അപ്പം എൻ്റെ വീട്ടിൽ നിന്നൊക്കെ വിളിക്കും. അപ്പോഴും എൻ്റെ സഹോദരന്മാരൊക്കെ പുറം രാജ്യങ്ങളിലാണ്. അപ്പം ഇടയ്ക്ക് വിളിക്കും, എന്തുകൊണ്ട് സുഖമായിട്ടിരിക്കുന്നു? ഞാൻ പറയും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ചോദിക്കും, എന്തെങ്കിലും അത്യാവശ്യം വല്ലതും ഉണ്ടോ? ഇല്ല, ഒരു ഇച്ചിരി ബിസിയാന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് വെക്കും. കാര്യം കൂടുതൽ പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അത് ഇതുമൊക്കെ പറയേണ്ടി വരുന്നതുകൊണ്ട് ഞാൻ ആ കാര്യമൊന്നും അങ്ങനെ പറയാറില്ല. അങ്ങനെ ഇരുന്നപ്പം ഒരു ദിവസം എനിക്ക് ഭയങ്കരമായിട്ട് വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഞാനിങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുക. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഒരു രക്ഷയില്ല, വിശക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. വേറെന്തോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു വന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം സംഭവിച്ചു. ആ അത്ഭുതം നിങ്ങളൊന്നും ഉദ്ദേശിക്കുന്ന അത്ഭുതമല്ല, അതിനേക്കാളൊക്കെ മേളിലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ വില ഞാൻ അന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഈ പുള്ളി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരോ കതകിനെ ഒന്ന് കൊട്ടി, നിങ്ങൾ വിചാരിച്ചില്ലേ? എന്നിട്ടൊരു ബിരിയാണി കൊണ്ടുവന്ന് പുള്ളിക്ക് കൊടുത്തു. പുള്ളി അത് നല്ലതുപോലെ കഴിച്ചു. ഒന്നും സംഭവിച്ചില്ല പ്രിയമുള്ളവരെ. പ്രാർത്ഥിച്ചിരുന്ന എൻ്റെ വിശപ്പങ്ങ് മാറി. അതൊരു പക്ഷേ നിങ്ങൾ വിചാരിക്കും ഒരുപാട് നേരം വിശന്നിരുന്നിട്ട് ഈ പുള്ളിയുടെ വിശപ്പ് ചത്തുപോയതായിരിക്കുന്നു. അങ്ങനാണെങ്കിലും അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ വിശപ്പങ്ങ് മാറി. അപ്പം ഞാൻ ആലോചിക്കാൻ തുടങ്ങി, ഞാൻ എന്തിനു വേണ്ടിയായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? അയ്യോ, എൻ്റെ വിശപ്പ് മാറി. ഞാൻ അവിടെ ഇരുന്ന് ചിന്തിച്ചു, കർത്താവേ, ഇതെന്താ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചേ? വിശപ്പ് മാറിപ്പോയി. ഞാൻ അതിനുശേഷം ആലോചിച്ചു. എന്താലോചിച്ചെന്നറിയോ?
ഇപ്പം ഞാൻ ഭാവനെ കണ്ടത് തൊട്ട് ദൈവം എനിക്കൊരു 100 രൂപ തന്നു. അന്നൊക്കെ 15 രൂപയുള്ളൊരു ചിക്കൻ ബിരിയാണിക്ക് അവിടെ. ഒരു ഹാഫ് ബിരിയാണി ആണെങ്കിൽ 7, 10 രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ ആരെങ്കിലും 10 രൂപ തന്നെന്ന് അങ്ങ് വിചാരിച്ചോ. ഞാനെന്തോ ചെയ്യും, നേരെ പോയൊരു ബിരിയാണി കഴിക്കും. നേരെ തിരിച്ചു വന്നിട്ട് റൂമിൽ കിടന്ന് സുഖമായിട്ടൊന്ന് ഉറങ്ങും. കാര്യം കഴിച്ചതിൻ്റെ ക്ഷീണം തീർക്കണ്ടേ. കഴിച്ചു കഴിഞ്ഞിട്ട് അടുത്ത എൻ്റെ ചിന്ത എന്തുമായിരിക്കും? വൈകുന്നേരം എന്തോ കഴിക്കുമെന്നായിരിക്കും. പക്ഷെ വിശപ്പില്ലാത്തവന് ആഹാരത്തെപ്പറ്റി ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ദൈവം എൻ്റെ വിശപ്പ് മാറ്റിയപ്പോൾ ഞാൻ വൈകുന്നേരത്തെ കാര്യത്തെപ്പറ്റിയുള്ള ചിന്ത എന്തോ ചെയ്തു? എൻ്റെ ജീവിതത്തിൽ മാറി. എൻ്റെ ജീവിതത്തിൽ നടന്ന വലിയൊരു അത്ഭുതമാണ്. പക്ഷെ നിങ്ങൾക്കതൊന്നും അത്ഭുതമായിട്ട് തോന്നത്തില്ലായിരിക്കാം. പക്ഷെ ദൈവകൃപയിൽ ആശ്രയിച്ച് ആ കൃപയിലായിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം പ്രവർത്തിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. സ്തോത്രം. ദൈവം പ്രവർത്തിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. പലപ്പോഴും എന്തുവാ പല കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ച് മനോവസനമായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് അങ്ങ് ഉറങ്ങിപ്പോകും. കാര്യം ദൈവം സുഖമായിട്ട് ഉറക്കം തരുന്ന കാര്യം. ഉറങ്ങിയില്ലെങ്കിൽ എന്തോ ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ, BP ഒക്കെ കൂടുവന്നേ. അതൊരു ദൈവിക സാന്നിധ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മളെ തട്ടി തലോടുന്ന ദൈവിക കരങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. എനിക്കിഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്, പാസ്റ്റർ സാം കുമരകം എഴുതിയത്. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം മനമേ നടത്തിയ വിധങ്ങളെ ഓർത്താൽ. അദ്ദേഹം എഴുതിയ വാക്കുകളൊന്നിങ്ങനെ: ആരും സഹായിപ്പാനില്ലെന്ന് വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുന്നിൽ. ആരും സഹായിപ്പാനില്ലെന്ന് വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുന്നിൽ. വേണ്ടെന്നു കാതിൽ പറഞ്ഞവനെന്നെന്നും വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു. വേണ്ടെന്നു കാതിൽ പറഞ്ഞവനെന്നെന്നും വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു. ആരാധന ആരാധന ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. നന്ദിയാൽ നിറയുന്നു എന്നന്തരം മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത്. അമേൻ. പാടിക്കൊണ്ടിരുന്ന ഞാൻ അറിയാതിരുന്നങ്ങ് പാടിപ്പോവും. ഹല്ലേലൂയ. അങ്ങനെ അതിനുശേഷം ദൈവം ഉണ്ടല്ലോ, ബൈബിളിലൊരു വാക്യമുണ്ട് ഇസ്രായേൽ മക്കളെ പറ്റി. അവർ കഴിച്ചിട്ട് തൊണ്ടയിലിരിക്കുന്ന അവസ്ഥയെപ്പറ്റി പറയുന്നത് പോലെ എന്നെ ദൈവം ഒന്ന് ആദരിച്ചു. ഞാൻ അതിനുശേഷം BBS എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ സ്റ്റാഫായിട്ട് കയറി. ഞാൻ അതിശയോക്തി പറയില്ല. ആമേൻ. ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചു, എന്താണെന്നറിയോ, ഒരു വെജിറ്റബിൾ ആഹാരം കഴിക്കാൻ. എന്ന് വെച്ചാൽ ഡെയിലി നോൺ വെജ്. ചെല്ലുന്ന സഭയിൽ 15 ദിവസത്തെ പ്രോഗ്രാമിനാണ് പോകുന്നത്. ഇതെല്ലാം ഓരോ വീട്ടിൽ നിന്നാണ് ഫുഡ്. അപ്പം നമ്മൾ ചെല്ലുന്നതിന് മുമ്പേ അവിടുത്തെ ആൾക്കാർ നമ്മളൊക്കെ ചോദിക്കും, നോൺ വെജ് കഴിക്കുമോ? നമ്മൾ പറയും കഴിക്കും. അത് ഞാനല്ല പറയുന്നത്, ഞങ്ങളുടെ ഓഫീസിൽ നിന്നാണ് പറയുന്നത്. അവന് നോൺ വെജ് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ബീഫ്, മട്ടന്, ചിക്കനാണ് എല്ലാ ദിവസവും ഉച്ചയ്ക്കും വൈകുന്നേരം. ഞാൻ അന്നേരം ഇരുന്ന് ആലോചിച്ചിട്ടുണ്ട്, ദൈവമേ ഈ പട്ടിണി കിടന്നവനാണല്ലോ ഈ കഴിക്കുന്നതെന്ന്. ദൈവത്തിൻ്റെ കരുണ. അപ്പം എന്നെ കേൾക്കുന്നവരെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന കഷ്ടതകളിൽ സഹിഷ്ണുത കാണിക്കാൻ നമുക്ക് പറ്റണം. നമുക്ക് ദൈവത്തോട് ചോദിക്കാൻ കഴിയണം, കർത്താവേ ഇത് നിൻ്റെ ഹിതമാണെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ. ഐ ലൈക്ക് ടു ഗോ ത്രൂ ഇറ്റ്. ഞാൻ ഇതിലൂടെ പോകാൻ താല്പര്യപ്പെടുന്നു കർത്താവേ. ആമേൻ. എൻ്റെ കുടുംബം ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ കൂടെ പോവുകയാണെങ്കിൽ അങ്ങയുടെ സാന്നിധ്യം എനിക്ക് മതി. അങ്ങ് എൻ്റെ കരം പിടിച്ചാൽ മതി. അങ്ങയുടെ കൃപ എനിക്ക് മതി. ഇപ്പോൾ പലപ്പോഴും ഞാൻ ഇങ്ങനെയുള്ള അവസ്ഥകളെ ഉപമിക്കുന്നത് ഇസ്രായേൽ മക്കളോടാണ്.
നമുക്കറിയാം ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത ദേശമായ കനാൻ ദേശത്തിന്റെ അടുത്തെത്തി. ഇനി നേരെ യുദ്ധം ചെയ്ത് കനാനെ അവകാശമാക്കി അവിടെ താമസിച്ചാൽ മതി. അങ്ങനെ ഇരിക്കുമ്പോൾ Hallelujah. ഇവര് 12 ഒറ്റുകാരെ വിടുക. ഒറ്റുകാരിൽ 10 പേര് പോയി വന്നിട്ട് പറഞ്ഞ കാര്യം എന്താണെന്ന് നമുക്കറിയാം. ഇത് അസാധ്യമാ. എന്താ സാധ്യം? കനാനിൽ പോയി അവരോട് യുദ്ധം ചെയ്യുന്നത്. അവരുടെ മുമ്പിൽ നമ്മൾ വെറും വെട്ടിക്കിളികളെ പോലെ. അവരൊക്കെ മല്ലന്മാരാ. അതിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. മുമ്പിലുള്ള പ്രതിസന്ധിയെ നമ്മുടെ ദൈവത്തെക്കാൾ വലുതായിട്ട് അവർ കണ്ടു. Avine, that's what you need. നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധി നമ്മുടെ ദൈവത്തെക്കാൾ വലുതായിട്ട് എന്തോ ചെയ്തു ഇസ്രായേൽ മക്കൾ കണ്ടു. നമ്മളും പലപ്പോഴും അങ്ങനെയാണ്. ഈ പ്രതിസന്ധി കൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കും, ഇതൊക്കെ എങ്ങനെ 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 ഹല്ലേലൂയ എങ്ങനെ എങ്ങനെ എങ്ങനെ. എന്നെ കേൾക്കുന്നവരെ, ദൈവം അയച്ചൊരു ശോധനയാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവത്തിന് അത് നന്ദി പറ. ദൈവത്തിന് നിങ്ങളോട് ഹൃദയമായിട്ട് സംസാരിക്കാനുള്ളത്. മരുഭൂമി പോലുള്ള അവസ്ഥയിൽ കൂടാണ് ഇന്ന് നിങ്ങൾ പോകുന്നതെങ്കിൽ, നിങ്ങളുടെ കാലുകൾ ചുട്ടുപൊള്ളുന്ന അവസ്ഥയാണെങ്കിൽ, നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ, മുകളിൽ നിന്നും താഴെ നിന്നും നിങ്ങളെ ഡ്രെയിൻ ഔട്ട് ചെയ്യുന്നോട്ടുള്ള അവസ്ഥയാണെങ്കിൽ പറ, കർത്താവേ എനിക്കറിയാം അങ്ങാണ് എന്നെ ഈ അവസ്ഥയിൽ കൂടെ കൊണ്ടുവന്നത്, അങ്ങ് എന്നോട് ഹൃദ്യമായിട്ടൊന്ന് സംസാരിക്കണമെന്ന് നമുക്ക് പറയാൻ കഴിയും. ഇവിടെ പറയുകയാണ്, ഞാൻ അയച്ച എൻ്റെ മഹാസൈന്യം അവര് 25 വാക്യമാണ്. യോവേലിന്റെ പുസ്തകം 1-ാം അധ്യായം 25 വാക്യം. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടിക്കിളിയും വെട്ടിലും തുള്ളനും പച്ചപ്പുഴും തിന്നുകളഞ്ഞ സമ്മത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി നിങ്ങളോട് അത്ഭുതകരമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ഞാൻ ഇസ്രായേലിൻ്റെ നടുവിലുണ്ട്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. കണ്ടോ, ഈ അവസ്ഥയിൽ കൂടെ ഒക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ദൈവജനത്തെ നോക്കി, ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ ദൈവജനത്തെ നോക്കി ദൈവം തൻ്റെ അരുളപ്പാടുകൾ പറയുക. ഇതേ ഉള്ളൂ എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത്. ഇതിനേക്കാൾ വേറൊന്നുമില്ല. ഇന്ന് ജീവിതത്തിൻ്റെ അവസ്ഥയിൽ ഭാരവും പ്രയാസവും ദുഃഖമൊക്കെയാണോ? ദൈവജനം പറയുന്നു, ദൈവത്തോടൊന്ന് ചോദിക്കുക. ഹൃദയത്തെ അമ്മ, ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. എൻ്റെ സഹോദരൻ, ഞങ്ങൾ 5 പേരാണ്. ഞാൻ 4ാമത്തെ ആളാണ്. ഞാൻ മാത്രമേ ഉള്ളൂ മിനിസ്ട്രിയിൽ. അപ്പം ഞാൻ പലപ്പോഴും വിചാരിക്കും, അവരുടെയൊക്കെ ലൈഫും അവരുടെയൊക്കെ ബാക്കി പലതും ഫിനാൻഷ്യൽ സ്റ്റാറ്റസും കുടുംബജീവിതമൊക്കെ കണ്ടിട്ട് ഞാൻ ആലോചിക്കുമായിരുന്നു, ദൈവമേ നമ്മളെ കൊണ്ട് ഇതൊക്കെ. പക്ഷെ എന്നൊക്കെ ദൈവം പറഞ്ഞിട്ടുള്ളൊരു കാര്യം, എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, അതൊന്നും അല്ല മോനെ ജീവിതം. ദൈവിക സാന്നിധ്യമാണ്. ദൈവിക സാന്നിധ്യം ഇന്ന് പലപ്പോഴും അവരെന്നെ വിളിച്ചിട്ടെടാ ഒരു വാക്ക് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു ദൈവിക സാന്നിധ്യമുണ്ട്. എന്നിൽ കണ്ട ഒരു ദൈവിക സാന്നിധ്യമുണ്ട്. അതല്ലേ നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. അവരോട് ചോദിച്ചാൽ അവർ പറയും, കുടുംബത്തിൽ ഏറ്റവും മാനിക്കപ്പെട്ടത് ഞാനാണ്. അവരുടെ പകുതിയുടെ അല്ലെങ്കിൽ 10-ലൊരംശം പോലും ബാക്കിയുള്ള കാര്യങ്ങൾ ലോകപരമായിട്ട് എനിക്കില്ല. ദേ കൺസിഡർ മീ ആസ് എ ഹോണേഡ് മാൻ. അതത്രേ ഉള്ളൂ. ദൈവം നമ്മളെ ഈ കഷ്ടതയിൽ കൂടെ, ഭാരത്തിൽ കൂടെ, പ്രയാസത്തിൽ കൂടെ ഒക്കെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ദൈവത്തോട് പറയാം. ഉപവാസം ഇരിക്കുന്നെങ്കിൽ ഉപവാസം ഇരുന്ന് ദൈവത്തോട് പറയാം, അപ്പാ നിന്റെ ഹിതം ഇതാണെങ്കിൽ ഐ ആം റെഡി. ഞാൻ റെഡിയാ. ഞാൻ പണ്ട് എപ്പോഴും പറയായിരുന്നു, പട്ടിണി കിടക്കാൻ ഞാൻ തയ്യാറാ, പക്ഷെ എൻ്റെ അപ്പനാ അതിന് കുറച്ചിൽ. എൻ്റെ അപ്പനാരാ? സ്വർഗത്തിലെ ദൈവമാണ്. കർത്താവെ, ഒരു ഇവാഞ്ചലിസ്റ്റ് പട്ടിണി കിടന്ന് ചത്തുപോയാൽ അതിന് ഉത്തരവാദിത്വം ആരാ? ദൈവമാ. ഞാൻ എപ്പോഴും ദൈവത്തോട് പറയാം, കർത്താവെ ഞാൻ റെഡിയാ. ഞാനങ്ങനെ ഇരുന്നിട്ടുണ്ട്. അതിനുശേഷം 28-ാമത്തെ വാക്യോടെ Amen. വായിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ പോകാം. അതിനുശേഷമോ? ഏതിനു ശേഷം? ആ വാക്യമാണ് നമ്മൾ വായിച്ചു തുടങ്ങിയത്. ഏതിനു ശേഷം? മദ്യപാന്മാരും കൃഷിക്കാരും പുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക്
താഴ്ത്തി ആമേൻ. സമർപ്പിച്ച് ഹൃദയങ്ങളെ അല്ല, വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറി മുറിച്ച് ഉപവാസത്തോടെ, പ്രാർത്ഥനയോടെ, വിലാപത്തോടെ, നെടുവീർപ്പോടെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുമ്പോൾ ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ പറഞ്ഞു. അതിനേക്കാളൊക്കെ ഉള്ളൊരു അനുഗ്രഹമാണ് ഇവിടെ ദൈവം പറയുന്നത്. എന്താണെന്ന് അറിയാമോ? അതിൻ്റെ ശേഷമോ, 28-ാമത്തെ വാക്യം, ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ എന്റെ പകരും. ആ ഈ സകല ജഡം എന്ന് പറയുമ്പം നമ്മുടെ ഭാര്യമാരൊക്കെ എൻ്റെ അകത്ത് വിടുമല്ലോ, ഭർത്താക്കന്മാർ വിടത്തില്ലേ, Yes, കുഞ്ഞുങ്ങൾ വിടത്തില്ലേ? yes, ആ ഇനി പെടുവോ ഇല്ലയോ yes. എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത വാക്യം അങ്ങോട്ട് വായിച്ചാൽ മതി. സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും എന്തോ ചെയ്യും? പ്രവചിക്കും. ആ പ്രവചനം എന്ന് പറയുന്നത് പ്രവചിക്കും. പ്രവചനം എന്ന് പറയുന്നത് മുൻപേ ഉള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഇതാ. അപ്പൊ അവര് നമ്മളോട് പറയും, അപ്പ അമ്മ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തുവാ ഇങ്ങനെയാണെന്ന് പറയും. ഇപ്പൊ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താണെന്ന് നമുക്കറിയത്തില്ലല്ലോ, നമ്മുടെ ഭാവി എന്താണെന്ന് നമുക്കറിയത്തില്ലല്ലോ. ദൈവവചനം പറയാണ്, ഇന്ന് രാത്രി മടങ്ങി വരാൻ തയ്യാറായാൽ നമ്മുടെ വഴികളും അല്ല, ദൈവം അവരുടെ വഴികളിലൂടെ എന്തോ ചെയ്യും. പിന്നെ പറയാണ്, നിങ്ങളുടെ വൃദ്ധന്മാർ അറിയത്തില്ല. സ്വപ്നങ്ങളെ കാണും. അതിന്റെ അർത്ഥം എന്തുവാ? രാവിലെ എണ്ണീറ്റിരുന്ന് നമ്മളെ കുറ്റം പറയുന്ന അമ്മായിപ്പന്മാരും അമ്മായിയമ്മമാരും അപ്പൂപ്പന്മാരൊക്കെ എണ്ണീറ്റ് നിന്നിട്ട് നമ്മളോട് പറയും, മക്കളെ ഇന്നലെ രാത്രി ഒരു ദൈവിക ഇടപെടൽ ഉണ്ടായടാ, ഞാനൊരു ദൈവിക സ്വപ്നം കണ്ടടാ, ദൈവം നമ്മളെക്കുറിച്ച് ഇതാടാ ആഗ്രഹിക്കുന്നത്. ഇതിനേക്കാൾ വലുത് എന്താ പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടത്? ഞാൻ സമയച്ചുരുക്കം മൂലം ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവാ. അടുത്തത് പറയുന്നത്, നിങ്ങളുടെ യൗവനക്കാരെന്തോ ചെയ്യും? ദർശനങ്ങളെ ദർശനങ്ങൾ കാണും. ഇന്ന് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കുന്ന യൗവനക്കാരാ, എവിടെ നോക്കിയാലും. Yes. ദൈവവചനം പോലും പറയുന്നത് ദർശനമില്ലാത്തടത്ത് എന്തോ ചെയ്യുന്നു? ജനം നശിച്ചു ജനം. പോകുന്നു. അങ്ങനെ നശിച്ചു പോകുന്നവരുടെ നടുവിൽ നമ്മുടെ യൗവനക്കാർക്ക് എന്തോ കിട്ടുമെന്നാ പറയുന്നത്. ദർശനം. ദർശനങ്ങൾ. കാണണോ? മടങ്ങി വാ. എന്നിട്ട് പറയുകയാണ്, ദാസിമാരുടെ മേലും ദാസന്മാരുടെ മേലും കൂടെ ഞാൻ അന്നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. ഈ വാക്യമാണ് എവിടെ സംഭവിച്ചത്? അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ പത്രോസ് എഴുന്നേറ്റ് നിന്ന് തെളിയിച്ചു കൊടുക്കുന്നത്. അങ്ങനെ തെളിഞ്ഞെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ നടക്കുന്നില്ല? നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്നില്ല, നിങ്ങളുടെ സഭയിൽ നടക്കുന്നില്ല. മദ്യപാന്മാരെ നിലവിളിക്കുവേൻ, ഉണർന്ന് ആമേൻ. കരയുവേൻ, കൃഷിക്കാരെ ലജ്ജിക്കുവേൻ, മൂപ്പന്മാരെ റെഡുടുത്ത് എല്ലാവരും വിലപിക്കുവേൻ, ചെയ്യുമല്ലേ? മൂപ്പന്മാരെ നിലവിളിക്കുവേൻ. എങ്ങനെ നിലവിളിക്കണം? വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി മുറിച്ച് പൂർണ്ണ ഹൃദയത്തോടെ, കരച്ചിലോടും വിലാപത്തോടും ഉപവാസത്തോടും കൂടെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നു ദൈവത്തിൻ്റെ സൈന്യമായ തുള്ളനും വെട്ടിലും പച്ചപ്പുഴും ഒക്കെ തിന്ന് കളഞ്ഞതിന് സംവത്സരങ്ങൾക്ക് അധികമായി ദൈവം നൽകുകയും അതിലൊക്കെ ഉപരിയായി ദൈവാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലേക്ക് അയക്കുമെന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി നമ്മളോട് സംസാരിച്ചിരിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് തൽക്കാലം കർത്താവേ, എൻ്റെ കുടുംബത്തിൽ അങ്ങയുടെ ആത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരണം. എൻ്റെ ആമേൻ. കുഞ്ഞുങ്ങളുടെ മേൽ അങ്ങയുടെ ആത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരണം. ഉടര ഭരിക്കനവന ശംഥന റികന. നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രവാചകരാകട്ടെ. നമ്മുടെ ഹല്ലേലൂയ ആമേൻ മക്കൾ പ്രവാചകരായി മാറട്ടെ. നമ്മുടെ യൗവനക്കാർ ദർശനമുള്ളവരായി മാറട്ടെ. നമ്മുടെ മാതാപിതാക്കൾ ദിവ്യ സ്വപ്നങ്ങളെ കാണുന്നവരായി മാറട്ടെ. ഒരാത്മാവിൻ്റെ വലിയൊരു വ്യാപാരം നമ്മുടെ നടുവിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് തൊട്ട് ഈ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കേട്ടോ. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ തലയെ കൈവച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, സകല ജഡത്തിന്മേലും ആത്മാവിനെ പകരാമെന്ന് അങ്ങയുടെ വാഗ്ദത്തമാണെങ്കിൽ എൻ്റെ കുഞ്ഞിനെ അങ്ങയുടെ ആത്മാവിനാൽ നിറയ്ക്കണം. ആത്മാവിൻ്റെ സാന്നിധ്യം, ആത്മാവിൻ്റെ സാന്നിധ്യം, ആത്മാവിൻ്റെ സാന്നിധ്യം. pour out your spirit upon them, Father. pour out your spirit. കർത്താവേ, അങ്ങയുടെ ആത്മാവിൻ്റെ സാന്നിധ്യം കർത്താവേ, ഹല്ലേലൂയ, ഭാര്യമാരുടെ മേൽ, ഭർത്താക്കന്മാരുടെ മേൽ, കുഞ്ഞുങ്ങളുടെ മേൽ, സഹോദരിമാരുടെ മേൽ, സഹോദരന്മാരുടെ മേൽ, കർത്താവേ, ഞങ്ങളുടെ കൂട്ടുവിശ്വാസികളുടെ മേൽ, ഞങ്ങളുടെ ദൈവദാസന്മാരുടെ മേൽ, ഞങ്ങളുടെ ദേശത്തിൻ്റെ മേൽ അയക്കണമെന്ന്. ഇതാണ് കേട്ടോ ഉണർവ്, ഇതാണ് കേട്ടോ വിടുതൽ. ഹല്ലേലൂയ. അങ്ങനെ ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവാത്മാവിനെ ഇന്ന് രാത്രി കേട്ട നിങ്ങൾ
ദൈവത്തിന് മുമ്പാകെ നിങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിച്ചാൽ നിങ്ങളിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങും. നിങ്ങളുടെ പ്രാർത്ഥനയുടെ മേൽ ദൈവിക വ്യാപാരം ഉണ്ടാകും. ദൈവജനം പറഞ്ഞതുപോലെ ദൈവം തീഷ്ണതയുള്ള ദൈവമായി അവൻ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. അവൻ നിങ്ങളെ ആദരിക്കും. ഹല്ലേലൂയ. അവൻ നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കും. ഹല്ലേലൂയ. അത് പറഞ്ഞാ തുടങ്ങിയത്. ഹല്ലേലൂയ. ഒരു ജനം തന്നെ തന്നെ താഴ്ത്തി ദൈവസേനയിലേക്ക് വന്നാൽ ദൈവം പറയാം, ഞാൻ തീഷ്ണതയുള്ളവരായിട്ട് അവർക്ക് വേണ്ടി ഇറങ്ങി വരും. ഞാൻ അവരെ ആദരിക്കും. അവരുടെ പ്രാർത്ഥനകൾ കേൾക്കും. അതിനുശേഷമുള്ള മെറ്റീരിയൽ തിങ്സിനെ പറ്റിയാണ് ദൈവം പറഞ്ഞത്. എന്നാൽ അതിനേക്കാൾ ഉപരി ഒരു ആത്മാവിന്റെ സാന്നിധ്യത്തെ പറ്റി അവിടെ പറയുന്നു. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ആ നാളിൽ എൻ്റെ ഭൃത്യന്മാരുടെ മേലും ഹല്ലേലൂയ ഞാൻ എൻ്റെ ആത്മാവിനെ പകരുമെന്ന് ദൈവജനമാ. ഇന്ന് രാത്രി നമുക്ക് ഈ ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, എൻ്റെ കുടുംബത്തിന്റെ മേൽ, എൻ്റെ സഹോദരിമാരുടെ മേൽ, സഹോദരന്മാരുടെ മേൽ, കുഞ്ഞുങ്ങളുടെ മേൽ, കർത്താവേ, സഭയുടെ മേൽ അങ്ങയുടെ ആത്മാവിനെ അയക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹസ്തുര ബൗഡ റിഗന റിഗനബന ഹസ്തുര ബൗഡ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ഒരാൾക്ക് ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാലും. ഹസ്തുര ബൗഡ റിഗനെ ഉടബല റിഗനബന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാണ്. പിതാവേ, കേൾപ്പിച്ചെന്ന വചനത്തിനാട്ടെ സ്തോത്രം. ഞങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ കർത്താവെ കീറി അപ്പന്റെ സന്നിധിയിൽ കർത്താവെ അറിഞ്ഞും അറിയാതെയും വന്നുപോട്ടുള്ള എല്ലാ കുറവുകളും കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കുവാൻ മനസ്സാകണമേ. ഞങ്ങൾ അറിവില്ലാത്തവരാണ്, കഴിവില്ലാത്തവരാണ് കർത്താവെ. ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും ക്ഷമിക്കുവാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ വാഗ്ദത്തങ്ങളൊക്കെ മക്കൾക്കുള്ളതാണല്ലോ കർത്താവെ. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ ബന്ധുമിത്രാദികളിലും ഞങ്ങളുടെ സഭയിലും കർത്താവെ ഇന്ന് ഈ ഗ്രൂപ്പിൽ കടന്നു വന്ന് ഈ സത്യവചനം കേട്ട എല്ലാ മക്കളിലും അവരുടെ കുടുംബങ്ങളിൽ കർത്താവെ ഹല്ലേലൂയ ഈ വാഗ്ദത്തം നിവർത്തിച്ചു തരണമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ് കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുമ്പോൾ ഞങ്ങളുടെ തലമുറ അനുഗ്രഹിതരായി തീരും കർത്താവെ. അങ്ങ് ഞങ്ങളെ ഹല്ലേലൂയ എന്താണ് അങ്ങ് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതുപോലെ ഞങ്ങളെ ആക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. കഴിഞ്ഞ കാലങ്ങളിൽ അറിഞ്ഞും അറിയാതെയും വന്നുപോയിട്ടുള്ള എല്ലാ കുറവുകളും മശിഹായുടെ നാമത്തിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ അനവധി പ്രാവശ്യം ക്ഷമ ചോദിച്ചിട്ടുണ്ട്. എങ്കിലും കർത്താവെ വീണ്ടും അത് പൊങ്ങി വരുന്ന അവസ്ഥകൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള അത് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് പകരമായിട്ട് തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കാവുന്ന പിതാവിന്റെ വാഗ്ദത്തമായതുകൊണ്ട് ആ വാഗ്ദത്തത്തെ ഞങ്ങൾ മുറുകെ പിടിക്കുകയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവെ അവിടുത്തെ ശബ്ദം കേൾക്കുവാനും അവിടുത്തെ ദർശനങ്ങൾ ദർശിക്കുവാനും ഒക്കെ കൃപ ലഭിച്ചു. ഈ നാളുകളിൽ അവിടുന്ന് മൗനമായിരിക്കുന്നു. ഞങ്ങളുടെ കുറവാണെങ്കിൽ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഹല്ലേലൂയ. താഴേണ്ടതുപോലെ താഴുവാൻ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ വിശുദ്ധിയിലായി തീരുവാൻ, അങ്ങ് ആഗ്രഹിക്കുന്ന അളവിലും നിറവിലും ഞങ്ങളെ ആക്കി തീർക്കണമേ. വ്യക്തികളായിട്ട് കുടുംബങ്ങളായിട്ട് ഞങ്ങളെ ആക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സാറിനെയും കുടുംബത്തെയും അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അനേകർക്ക് ജീവന്റെ വചനം പറഞ്ഞു കൊടുക്കുവാൻ സാറിനെ കർത്താവ് അഭിഷേകത്തിൽ നിർത്തിയിരിക്കാൻ സ്തോത്രം ചെയ്യണേ. കുടുംബത്തെ ആരോഗ്യവും സന്തോഷവും സമാധാനവും ആത്മനിറവും കൊടുത്ത് അങ്ങ് നിലനിർത്തുന്ന ദയക്കാട്ടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ഇന്നത്തെ വചനം ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങ് രൂപാന്തരപ്പെടുത്തുകയും ഞങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കുകയും ചെയ്തിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം അപ്പച്ച. ഹല്ലേലൂയ. പ്രാർത്ഥിപ്പാൻ തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്തിരിക്കാൻ സ്തോത്രം. സകല മഹത്വവും അടുത്തേക്ക് തരുന്നു. സകലവും ഞങ്ങൾക്കായിട്ട് ജീവൻ തന്ന ക്രിസ്തുയേശുവിൻ നാമത്തിൽ താഴ്മയായി ചോദിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ. ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു മരുഭൂമിയുടെ അവസ്ഥയിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ദൈവത്തോട് നമുക്ക് പറയാം, ദൈവമേ എന്നോട് ഹൃദ്യമായിട്ട് ഇടപെടണമേ. അങ്ങയുടെ സാന്നിധ്യം എനിക്ക് മതി, അങ്ങയുടെ ഇടപെടൽ എനിക്ക് മതി. അങ്ങനെ ദൈവം നിങ്ങളോട് ഇടപെടുന്ന ദിവസങ്ങളായി രാത്രിയായി ഇത് മാറട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ നന്ദി. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.